ഹായ് ഫ്രണ്ട്സ്, സനീസ് കുസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തിക്കൊപ്പവും ഗീ റൈസിനൊപ്പവും എല്ലാം വളരെ ടേസ്റ്റിയോടുകൂടി കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ബീഫ് ചുക്ക. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമ്മുടെ ബീഫിൽ ആഡ് ചെയ്യേണ്ട പൊടികളെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ആദ്യമേ ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടാനാണ് വറുത്തെടുക്കുന്നത്. ഇവിടെ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഞാൻ 1 സ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈസ്റ്റേൻ്റെ മീറ്റ് മസാലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഒരു 30 മിനിറ്റോളം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് അഡീഷണൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളത്തിൽ ഇത് വെന്ത് വന്നോളും. ഇനി ഒരു 5-6 വിസിലാവണ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. വിസിലിൻ്റെ എണ്ണം ബീഫ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ നോക്കണം വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ ഇവിടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം കൂടാതെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ബീഫ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനൊരു 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നീളത്തിൽ അരിഞ്ഞതാണിത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ജീരകം ചതച്ചത്, പെരുംജീരകമാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ചാറ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചാറ് കുറച്ച് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം.
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരൊഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബീഫ് ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സൈഡിലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സീ യു.